ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിടക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷിന്റെ സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിയാതെ സംശയിക്കുകയാണ് സുധീഷും നികേഷും ഹരീഷും. ജയന്തിയുമായുള്ള വിവാഹ നിശ്ചയം മുടങ്ങിപ്പോയ സുഭാഷ് എന്തിനാണ് ഇത്രയേറെ സന്തോഷിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. സുഭാഷ് അഭിനയിക്കുകയാണോ എന്ന് വരെ അവർ സംശയിക്കുന്നു. സുധീഷ് ചോദിക്കുന്നു, എടാ ശരിക്കും സുഭാഷേട്ടൻ നോർമൽ ആയതാണോ അതോ അഭിനയിക്കുകയാണോ? അപ്പൊ നികേഷ് പറയണ, പക്ഷേ സുഭാഷിന് നന്നായി അഭിനയിക്കാൻ അറിയില്ല. ഒരുപക്ഷെ സുഭാഷേട്ടൻ ശരിക്കും സന്തോഷത്തിലാണെങ്കിലോ? സുധീഷ് ചോദിക്കുന്നു, അതെങ്ങനെ? നിശ്ചയം മുടങ്ങിപ്പോയില്ലേ? കുടുംബമായിട്ട് പോയി നാണം കെട്ട് വന്നിരിക്കുകയല്ലേ, പിന്നെ സുഭാഷേട്ടൻ എങ്ങനെ നോർമൽ ആയിട്ടിരിക്കാൻ പറ്റും? സുഭാഷേട്ടൻ ആദ്യമായിട്ടാണ് തനിച്ചൊരു പെണ്ണിനെ പോയി കണ്ടത്. എല്ലാം പറഞ്ഞുറപ്പിച്ചതിന് ശേഷം നിശ്ചയം മുടങ്ങിപ്പോയി. അതോർത്ത് വിഷമിക്കേണ്ടതല്ലേ? എങ്ങനെയാണെങ്കിലും നോർമൽ ആകണം. പക്ഷെ ഉടനെ അങ്ങ് നോർമൽ ആകാൻ പറ്റുമോ? ഇന്നലെ മുതലേ സുഭാഷേട്ടൻ നല്ല സന്തോഷത്തിലാണ്. അതെങ്ങനെയാണെന്നാ മനസ്സിലാകാത്തെ. എന്തായിരിക്കും നടന്നിട്ടുള്ളത്? നികേഷ് ചോദിക്കണ, സുധീഷേട്ടാ ഇന്നലെ എന്തായിരിക്കും സംഭവിച്ചത്? ആ ജയന്തിയുടെ വീട്ടിലേക്ക് നമ്മൾ എല്ലാവരും കൂടി പോയി. നിശ്ചയം മുടങ്ങി. അപ്പം സുഭാഷേട്ടനും നമ്മൾ എല്ലാവരും നല്ല വിഷമത്തിലായിരുന്നു. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഹരീഷ് പറയണ, അതിനുശേഷവും സുഭാഷേട്ടൻ നല്ല വിഷമത്തിലായിരുന്നു. നമ്മളെല്ലാവരും മാറി മാറി സുഭാഷേട്ടനെ കുറ്റപ്പെടുത്തിയില്ലേ? സുധീഷ് പറയണ, അത് ശരിയാണല്ലോ, നമ്മൾ വഴക്ക് പറഞ്ഞു. അതിനുശേഷം എന്താ സംഭവിച്ചത്? സുഭാഷേട്ടൻ പുറത്തേക്ക് പോയില്ലേ? എവിടെ ആയിരിക്കും പോയത്? അവിനാശിന്റെ കൂടല്ലേ പുറത്തു പോയത്. അവിനാശിന്റെ വീട്ടിൽ നിന്നും തിരിച്ചു വരുമ്പോഴാണ് ആളാകെ മാറിപ്പോയത്. ഇത്ര സന്തോഷം. അപ്പോ ആ ഗ്യാപ്പിലാണ് എന്തോ നടന്നത്. എന്തായിരിക്കും അത്? നമുക്കൊരു കാര്യം ചെയ്യാം, അവിനാശിനോട് തന്നെ കാര്യം ചോദിക്കാം. സത്യം അറിയാൻ പറ്റും. ഞാൻ അവിനാശിന്റെ വീട്ടിൽ പോയി എന്താ ഏതാന്നൊന്ന് അന്വേഷിച്ചിട്ട് വരാം. അപ്പൊ ഹരീഷ് പറയണ, അതെ പോയി അന്വേഷിക്ക്, ഇനി എനിക്ക് നൈറ്റ് ഡ്യൂട്ടി നോക്കാൻ വയ്യ. അപ്പൊ സുധീഷ് പറയണ, നമുക്ക് ഷിഫ്റ്റ് ആയിട്ട് ഉറക്കം വിളിച്ച് സുഭാഷേട്ടനെ നോക്കാം, നീ വിഷമിക്കാതെ. ഹരീഷ് ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ, നീ ദേഷ്യപ്പെടണ്ട, ഞാൻ പോയിട്ട് വരാമേ, ഇന്ന് തന്നെ അത് കണ്ടുപിടിച്ചിരിക്കും. ഹരീഷ്, നമ്മളെല്ലാവരും ഇന്ന് രാത്രി നന്നായിട്ട് ഉറങ്ങും. അങ്ങനെ സുധീഷ് അവിനാശിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ബൈക്കിൽ നിന്ന് ഇറങ്ങിയ സുധീഷ് ഉറക്കെ അവിനാഷ് ഭയ്യ എന്ന് വിളിക്കുകയാണ്. ഈ സമയം കൂടത്തിൽ വെള്ളവും എടുത്തുകൊണ്ട് അവിടേക്ക് വരുന്ന ചാന്ദിനി സുധീഷിനെ കണ്ട് പുഞ്ചിരിക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു, ഇതെന്താ സാധാരണയെക്കാളും കൂടുതൽ ചിരിക്കുന്നുണ്ടല്ലോ, എന്തായിരിക്കും കാര്യം? ചോദിച്ചു നോക്കാം. ക്യാ ചാന്ദിനി? പുഞ്ചിരിച്ച നാണത്തോടുകൂടി ചാന്ദിനി പറയുന്നു, കുച്ച് നഹി. സുധീഷ് ചോദിക്കുന്നു, തുമാരാ ബ്രദർ ക്യാ ക്യാ? അകത്തുണ്ടെന്ന് ചാന്ദിനി പറയുമ്പോൾ ഭയ്യ എന്ന് വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അവിനാഷ്. ഞാൻ ചുമ്മാ ഇങ്ങോട്ട് വന്നാണെന്ന് സുധീഷ് പറയുമ്പോൾ, വരൂ ഭയ്യ എന്ന് പറഞ്ഞ അവിനാഷ് സുധീഷിനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. ചാന്ദിനിയും പിന്നാലെ പോകുന്നു. തുടർന്ന് ചാന്ദിനി ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ചായ വേണ്ട, കോഫി. ശരിയെന്ന് പറഞ്ഞ ചാന്ദിനി കോഫി ഉണ്ടാക്കുമ്പോൾ സുധീഷ് ചാന്ദിനിയെ ശ്രദ്ധിക്കുകയാണ്. ചാന്ദിനി നാളത്തോടു കൂടി പുഞ്ചിരിച്ച് സുധീഷിനെയും അവിനാഷിനെയും നോക്കുന്നു. ചിരിച്ചുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു, എന്തു പറ്റി? ഭയ്യയുടെ പെങ്ങള് ചിരിക്കുകയാണല്ലോ, ഞാൻ വന്നപ്പോ മുതൽ ചിരിയാ. അവിനാഷ് ചിരിച്ചുകൊണ്ട് ചാന്ദിനിയെ നോക്കുമ്പോൾ സുധീഷ് ചോദിക്കണ, എന്താ ഭയ്യയും ചിരിക്കുകയാണല്ലോ? ഒന്നുമില്ലെന്ന് അവിനാഷ് പറയുമ്പോൾ സുധീഷ് പറയണ, ശരിയാതെ വിട, ഇന്നലെ സുഭാഷിനെ കൂട്ടിക്കൊണ്ടുപോയത് അവിനാഷ് ഭയ്യല്ലേ? അപ്പൊ അവിനാഷ് പറയുന്നു, അതെ ഭയ്യ, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടാ വന്നത്. സുധീഷ് ചോദിക്കുന്നു, സുഭാഷിനൊപ്പം ഓക്കെ ആയിരുന്നോ? ഇത് കേട്ട് അവിനാഷ് ചോദിക്കണേ, എന്താ അങ്ങനെ ചോദിക്കുന്നേ? സുധീഷ് പറയണ, ഇന്നലെ സുഭാഷേട്ടന്റെ വിവാഹ നിശ്ചയമല്ലായിരുന്നോ, അത് മുടങ്ങിയില്ലേ? സുഭാഷേട്ടൻ വീട്ടിലേക്ക് വരുമ്പോൾ വിഷമത്തിലായിരിക്കുമെന്ന് കരുതിയാ ഞങ്ങൾ ഇരുന്നത്. പക്ഷെ വീട്ടിൽ വന്നപ്പോൾ സുഭാഷേട്ടൻ ചിരിക്കുന്നു, നല്ല സന്തോഷമായിട്ട് സംസാരിക്കുന്നു. എന്താ സംഭവിച്ചെന്നറിയില്ല. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കുകയാണ് ചാന്ദിനിയും അവിനാഷും. സുധീഷ് പറയുകയാണ്, നിശ്ചയം മുടങ്ങിപ്പോയ ഒരു വിഷമവും ഇല്ല സുഭാഷേട്ടന്റെ മുഖത്ത്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് സുഭാഷേട്ടനോട് ചോദിച്ചു. പക്ഷെ സുഭാഷേട്ടൻ പറയുകയാണ്, എനിക്ക് ഒരു വിഷമവും ഇല്ല, ഞാൻ സന്തോഷമായിട്ടായിരിക്കുന്നതെന്ന്. ഭയ്യയ്ക്ക് സുഭാഷേട്ടനുമായി നല്ല അടുപ്പമല്ലേ, അതാ ഭയ്യയോട് എന്തെങ്കിലും പറഞ്ഞോന്ന് അറിയാൻ വേണ്ടി വന്നേ. ഇത് കേട്ട് ചാന്ദിനി നാളത്തോടു കൂടി പുഞ്ചിരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ചാന്ദിനിയെ നോക്കുകയാണ് അവിനാഷ്. സുധീഷ് ചോദിക്കുന്നു, ഭയ്യ ഞാൻ ചോദിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതോർത്ത് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് വിഷമിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ആ പ്രശ്നവുമായി ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ സുഭാഷേട്ടൻ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഭാഷേട്ടന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് ഞങ്ങൾ പേടിക്കുന്നു. ഞങ്ങളുടെ മുന്നിൽ ചിരിച്ച് സന്തോഷം അഭിനയിച്ച് എപ്പോഴെങ്കിലും ഇറങ്ങി പോകാനാണോ എന്ന് ഞങ്ങൾ എല്ലാവരും പേടിക്കുന്നു. അതുകൊണ്ടാ ചോദിക്കുന്നത്. പുഞ്ചിരിച്ച അവിനാഷ് പറയുന്നു, ഭയ്യ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. ഇത് കേട്ട് സുധീഷ് പറയണ, ശരി, നിങ്ങൾ രണ്ടുപേരും ഇന്നലെ കള്ളു കുടിച്ചായിരുന്നു, അതോ സുഭാഷേട്ടൻ ചിരിച്ചോണ്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഐറ്റം വാങ്ങിച്ചു കൊടുത്തോ? സുഭാഷേട്ടനൊരു ചെറിയ വിഷമം പോലും ഇല്ല. ശരിക്കും സുഭാഷേട്ടൻ എല്ലാം മറന്ന് സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ വിഷമിച്ചിരിക്കേണ്ട സമയത്ത് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ശരിക്കും എന്താ സംഭവിച്ചത്? സുഭാഷേട്ടൻ ഇവിടെ വന്നു, നിങ്ങൾ രണ്ടുപേരും കള്ളം കുടിച്ചിട്ടില്ല, ശരിയല്ലേ? അതേ ഭയ്യാന്ന് അവിനാഷ് പറയുമ്പോൾ സുധീഷ്
ചോദിക്കണ പിന്നെ എന്താ സംഭവിച്ചത്? അവിനാശ് പുഞ്ചിരിച്ച് ചാന്ദിനിയെ നോക്കുമ്പോൾ ചാന്ദിനി നാണത്തോടുകൂടി ചിരിക്കുകയാണ്. ഇത് കണ്ട് സംശയത്തോടുകൂടി രണ്ടുപേരെയും നോക്കുകയാണ് സുധീഷ്. എന്താ ചാന്ദിനി ഒരിക്കലും ഇല്ലാത്തതുപോലെ ഒരുപാട് ചിരിക്കുന്നു. സുഭാഷ് ചേട്ടന് കൊടുത്തതുപോലെ എന്തെങ്കിലും പെങ്ങൾക്കും കൊടുത്തോ? രണ്ടുപേരും ഒരേപോലെ ചിരിച്ചോണ്ടേയിരിക്കുന്നു. ഇത് കേട്ട് അവിനാശ് പറയുകയാണ്, ഞാൻ ബയ്യയോട് ഒരു കാര്യം ചോദിച്ചു, അതോർത്താ എന്റെ പെങ്ങള് ചിരിക്കുന്നത്. ആകാംക്ഷയോടുകൂടി ചാന്ദിനി ഒന്ന് നോക്കിയിട്ട് സുധീഷ് ചോദിക്കുന്നു, അങ്ങനെ എന്ത് കാര്യമോ ചോദിച്ചത്? അവിനാശ് നടന്ന കാര്യങ്ങളെല്ലാം സുധീഷിനോട് പറയുകയാണ്. അവിനാശ് സുഭാഷിനോട് ചോദിച്ചു, എന്റെ പെങ്ങളെ കല്യാണം കഴിക്കുവോ ബയ്യ? അപ്പൊ നാണത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ചാന്ദിനി അകത്തേക്ക് ഓടിപ്പോയതും സുഭാഷ് പ്രണയത്തോടുകൂടി പുഞ്ചിരിച്ച് ചാന്ദിനിയെ തന്നെ നോക്കിയിരുന്നതുമെല്ലാം അവിനാശ് സുധീഷിനോട് പറയുകയാണ്. എല്ലാം കേട്ട് വിശ്വസിക്കാനാകാതെ കണ്ണു നിറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ് സുധീഷ്. അവിനാശും ചാന്ദിനിയും സുധീഷിനെ ശ്രദ്ധിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, ഓ ഇതാണോ കാരണം മിസ് ചാന്ദിനി ഇങ്ങനെ നാണത്തോടുകൂടി ചിരിക്കുന്നതിന്? അത് ശരി, ശരിക്കും ഇങ്ങനെയാണോ സുഭാഷനോട് ചോദിച്ചത്? അപ്പൊ അവിനാശ് പറയണ, അതെ ഭയ്യ, ഞാൻ ചോദിച്ചത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്റെ പെങ്ങള് ഈ നാട്ടിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഭയ്യേക്കാളും നല്ലൊരാളെ എനിക്ക് തിരുവനന്തപുരത്ത് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ആലോചിക്കാതെ ഭയ്യോട് ഇങ്ങനെ ചോദിച്ചത്. ആകാംക്ഷയോടുകൂടി സുധീഷ് ചോദിക്കുന്നു, ശരി ഭയ്യ അങ്ങനെ ചോദിച്ചപ്പോൾ സുഭാഷ് എന്താ പറഞ്ഞേ? അപ്പൊ അവിനാശ് പറയണ, ഒന്നും പറഞ്ഞില്ല, ചിരിച്ചോണ്ട് പോയി, പക്ഷെ വേണ്ടാന്ന് പറഞ്ഞില്ല. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, ഓ ഇതാണോ കാര്യം? ഇന്നലെ മുതൽ സുഭാഷ് ഏട്ടൻ ചിരിച്ചോണ്ട് നടക്കുന്നതിന്റെ കാരണം ഇതായിരുന്നു അല്ലേ? ചാന്ദിനി കോഫി കൊണ്ട് കൊടുക്കുമ്പോൾ സന്തോഷത്തോടുകൂടി അത് വാങ്ങി സുധീഷ് താങ്ക്സ് പറയുകയാണ്. ചാന്ദിനിയും അവിനാശും ചിരിച്ചുകൊണ്ട് സുധീഷിനെ നോക്കുമ്പോൾ കോഫി കുടിക്കുന്ന സുധീഷ് പുഞ്ചിരിച്ച് ചാന്ദിനി ഒന്ന് നോക്കിയിട്ട് മനസ്സിൽ പറയുന്നു, അപ്പോ ഇതാണോ ഞങ്ങളുടെ ഏട്ടത്തി? തുടർന്ന് വളരെ സന്തോഷത്തോടുകൂടി കിളിക്കൂട്ടിലേക്ക് മടങ്ങി എത്തുകയാണ് സുധീഷ്. അകത്തേക്ക് കയറി വന്ന സുധീഷ് സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടുമ്പോൾ എന്തൊരു സുധീഷ് ഏട്ടെന്ന് ചോദിച്ച് അരികിലേക്ക് വരികയാണ് ഹരീഷും നികേഷും. സുധീഷ് ഹരീഷിനെയും നികേഷിനെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. എന്താ ഇത് സുധീഷ് എന്ന് ചോദിച്ച് നിധി അരികിലേക്ക് വരുമ്പോൾ നിധിയുടെ കയ്യിൽ പിടിച്ച് അട്ടം കറക്കുകയാണ് സുധീഷ്. ഭാസ്കരനും അവിടേക്ക് വരും. സുധീഷ് ചിരിച്ചുകൊണ്ട് തുള്ളിച്ചാടുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ ഇങ്ങനെ തുള്ളിച്ചാടുന്നത്? ഭാസ്കരന്റെ കവിളിൽ പിടിക്കുകയാണ് സുധീഷ്. കൈ തട്ടിമാറ്റിക്കൊണ്ട് ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ പകലെ കുടിച്ചോ നീ? ചിരിച്ചുകൊണ്ട് സുധീഷ് പറയണ, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, ഞാൻ വലിയ സന്തോഷത്തില. സന്തോഷമൊന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ സുധീഷ് ചിരിച്ചുകൊണ്ട് ഭാസ്കരനെ ഇക്കിളിയാക്കുകയാണ്. അങ്ങോട്ട് മാറി നിൽക്കടാന്ന് പറഞ്ഞ് ഭാസ്കരൻ പിന്നോട്ടേക്ക് മാറുന്നു. നീ സന്തോഷമായിട്ടിരിക്കുന്നു പറഞ്ഞ ഭാസ്കരൻ പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് തടഞ്ഞുകൊണ്ട് സുധീഷ് പറയുകയാണ്, എങ്ങോട്ടേക്ക് പോകുന്നത്? എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാ മതി. നിശ്ചയം മുടങ്ങിപ്പോയപ്പോൾ സുഭാഷ് ഏട്ടൻ വലിയ വിഷമത്തിലായിരിക്കുമെന്നല്ലേ നമ്മൾ എല്ലാവരും വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ സുഭാഷ് ഏട്ടന്റെ ജീവിതത്തില് ഒരു സന്തോഷകരമായ കാര്യം നടന്നിരിക്കുക. അതുകൊണ്ടാ സുഭാഷ് ഏട്ടൻ എല്ലാവരോടും സന്തോഷത്തിൽ സംസാരിക്കുന്നത്. നമ്മളാ ആവശ്യമില്ലാതെ അതോർത്ത് ടെൻഷനായത്. ഇത് കേട്ട് എല്ലാവരും സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ സുധീഷ് ചോദിക്കണം, ഞാനിപ്പോ എവിടുന്നാ വരുന്നേന്നറിയോ? അപ്പൊ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ എന്താ കാര്യം എന്നൊന്ന് പറയോ? പുഞ്ചിരിച്ച് സുധീഷ് പറയണ, ഞാൻ എങ്ങനാ അത് പറയുക? അപ്പൊ നിധി പറയുന്നു, ബിൽഡപ്പ് ചെയ്യാതെ നേരെ കാര്യത്തിലേക്ക് വാ സുധീഷേ. സുധീഷ് ചിരിക്കുമ്പോൾ നികേഷ് പറയണ, സുധീഷ് ഏട്ടാ ഇങ്ങനെ സസ്പെൻസ് ഇടാതെ കാര്യം പറഞ്ഞിട്ട് ചിരിക്ക്. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടൻ ഇന്നലെ ഇവിടുന്ന് പോയില്ലേ? അയ്യോ ഞാൻ അത് എങ്ങനെ പറയുക? അപ്പൊ ഭാസ്കരൻ പറയണ, മോളെ ഇവൻ ഒന്നും പറയാൻ പോകുന്നില്ല, ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും, പോടാ. അങ്ങനെ ഭാസ്കരൻ പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ചു തടഞ്ഞ് സുധീഷ് ചോദിക്കണ, നിങ്ങൾ എങ്ങോട്ടായി പോകുന്നേ? എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നത്? ഒന്ന് വെയിറ്റ് ചെയ്യ്. ഇന്നലെ അവിനാശ് സുഭാഷ് ഏട്ടനെ കൂട്ടിക്കൊണ്ടു പോയില്ലേ? അപ്പൊ നികേഷ് പറയണ, കൂട്ടിക്കൊണ്ടുപോയി. നിശ്ചയം മുടങ്ങിപ്പോയതിന് സുഭാഷ് ഏട്ടൻ വിഷമത്തിലിരിക്കുകയായിരുന്നു. ആ വിഷമം മാറ്റാനായി അവിനാഷ് ഭായി സുഭാഷ് ഏട്ടനെ ചായ കടയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ സുധീഷ് പറയണ, അങ്ങനെയല്ല, അവര് ചായ കുടിക്കാനൊന്നും അല്ല പോയത്, കള്ളു കുടിക്കാൻ പോയതാണോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഇവന്റെ ഒരു കാര്യം. അപ്പൊ ഹരീഷ് പറയുന്നു, ഒന്ന് മിണ്ടാതിരിക്കടാ. അപ്പൊ സുധീഷ് പറയുന്നു, അങ്ങനെയൊന്നും അല്ലടാ, അവര് അവിനാഷിന്റെ വീട്ടിലേക്കാ പോയത്. അവിടെ വെച്ച് അവിനാഷ് സുഭാഷ് ഏട്ടനോട് ഒരു മാറ്റർ പറഞ്ഞു. അതുകൊണ്ട് സുഭാഷ് ഏട്ടന് വലിയ സന്തോഷം തോന്നിയത്. ഇതറിയാതെ നമ്മളാ സുഭാഷ് ഏട്ടൻ നമുക്ക് വേണ്ടി സന്തോഷം അഭിനയിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചത്. അങ്ങനെയൊന്നുമല്ല, സുഭാഷ് ഏട്ടൻ ശരിക്കും സന്തോഷത്തിലായിരുന്നു. അങ്ങനെ സുധീഷ് ചിരിക്കുമ്പോൾ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ ഇപ്പോഴും കാര്യം പറഞ്ഞില്ല, ആദ്യം അത് പറ, അത് കഴിഞ്ഞിട്ട് ചിരിക്ക്. ഇവൻ പറയാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഭാസ്കരൻ പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് സുധീഷ് പറയും, പുറത്ത് പോയിരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? പാട്ട് കേട്ടോണ്ടിരിക്കാനല്ലേ? ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാ മതി. അപ്പൊ ഭാസ്കരൻ പറയണേ, എവിടെ പറയാന്ന് പറയുന്നതല്ലാണ്ട് പറയുന്നില്ലല്ലോ. ഇപ്പൊ പറയാന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണം, ഒന്ന് പറയുമോ സുധീഷേ? അപ്പൊ സുധീഷ് മനസ്സിൽ പറയുകയാണ്, സുധീഷേ ഇതാണ് കിട്ടിയ അവസരം, ഈ സിറ്റുവേഷൻ എനിക്ക് ഉപയോഗപ്പെടണം. അങ്ങനെ സുധീഷ് പറയണ, നിധി എന്നെ ഒരാഴ്ചത്തേക്ക് വഴക്ക് പറയാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ കാര്യം പറയാം. അപ്പൊ നിധി പറയണ, സുധീഷ് ആദ്യം കാര്യം പറ. അപ്പൊ നിധി പറയണ, ഒരാഴ്ചത്തേക്ക് എന്നോട് വഴക്ക് പറയാതെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. സുധീഷ് പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് നിധി ദേഷ്യത്തോടു കൂടി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, നോ ടെൻഷൻ, പറയാം. അങ്ങനെ ഭാസ്കരന്റെ തോളിൽ കൈവച്ച് സുധീഷ് ചോദിക്കുന്നു, ഞാൻ എവിടെ വരെയാ പറഞ്ഞു നിർത്തിയത്? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഒന്നും പറഞ്ഞില്ല. ഇത് കേട്ട് സുധീഷ് ചോദിക്കാണ്, എടാ ഹരീഷേ
ഞാൻ എവിടെ വരെയാ പറഞ്ഞു നിർത്തിയേ? ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഹരീഷ് പറയുമ്പോൾ നികേഷ് പറയണ സുധീഷേട്ടാ അവിനാഷിന്റെ വീട്ടിലേക്ക് സുഭാഷ് ഏട്ടൻ ചായ കുടിക്കാൻ പോയി. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഇത് കേട്ട് സുധീഷ് പറയണ കണ്ടോ അവൻ പറഞ്ഞത്? അവിടെ വെച്ച് അവിനാഷ് സുഭാഷ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. അങ്ങനെയല്ല, അവിനാഷ് പ്രപ്പോസ് ചെയ്തു. കണ്ടു തള്ളി നികേഷ് ചോദിക്കണ അവിനാഷ് പ്രപ്പോസ് ചെയ്തെന്നോ? അപ്പൊ സുധീഷ് പറയണ എടാ നീയൊക്കെ കോളേജിലാ പഠിക്കുന്നതെന്ന് ആരോടും പറയണ്ട. അവിനാഷ് സുഭാഷ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. അത് കേട്ട് സുഭാഷ് ഏട്ടന് വലിയ സന്തോഷമായി. നികേഷ് ചോദിക്കണ എന്ത് പ്രപ്പോസലാണ് സുധീഷ് ഏട്ടാ, ഒന്ന് പറയോ? അത് ഞാൻ എങ്ങനെ പറയുക എന്ന് പറഞ്ഞ് സുധീഷ് ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കുമ്പോൾ ഹരീഷ് പറയണ എന്റെ കയ്യിന്ന് തല്ല് വാങ്ങണ്ടെങ്കിൽ മര്യാദക്ക് പറ സുധീഷ് ഏട്ടാ. അപ്പൊ സുധീഷ് പറയണ പറയാം. അവിനാഷ് സുഭാഷ് ഏട്ടനോട് പറഞ്ഞു സുഭാഷ് ഏട്ടൻ നാടെല്ലാം നടന്ന് പെണ്ണ് അന്വേഷിക്കുന്നുണ്ടല്ലോ, ഞാൻ എപ്പോഴും കൂടെയില്ലേ, എന്റെ പെങ്ങളെ സുഭാഷ് ഭായിയുടെ കണ്ണിൽ കണ്ടില്ലേന്ന് അവിനാഷ് ഭായി ചോദിച്ചു. ഇത് കേട്ട് എല്ലാവരും വിശ്വസിക്കാനാകാതെ മുഖത്തോട് മുഖം നോക്കുമ്പോൾ ഭാസ്കരൻ മുഖം തിരിക്കുകയാണ്. സുധീഷ് പറയുന്നു അവിനാഷ് അങ്ങനെ ചോദിച്ചപ്പോൾ ചാന്ദിനി നാണത്തോടുകൂടി ചിരിച്ചു. അത് കണ്ട് സുഭാഷ് ഏട്ടന് സന്തോഷമായി. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇന്നത്തെ സുഭാഷ് ഏട്ടന്റെ ചിരിയുടെയും സന്തോഷത്തിന്റെയും കാരണം ഇതായിരുന്നു. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ് അവന്റെ ഒരു കഥ. ഇതിനാണോ എന്റെ കൈ പിടിച്ച് ഇവിടെ നിർത്തിയത്? പോടാന്ന് പറഞ്ഞ് ഭാസ്കരൻ പുറത്തേക്ക് പോകുമ്പോൾ നികേഷ് ചോദിക്കണ സുധീഷ് ഏട്ടാ സത്യമാണോ പറഞ്ഞത്? അപ്പൊ സുധീഷ് പറയണ അതേടാ ഞാൻ പറഞ്ഞ സത്യോ. ഇന്നലെ അവിനാഷ് സുഭാഷ് ഏട്ടനോട് ചാന്ദിനിയെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചു. ചാന്ദിനി അത് കേട്ട് നാണിക്കുകയും ചെയ്തു. അപ്പോ സുഭാഷ് ഏട്ടന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക്. മനസ്സിലെ വിഷമം എല്ലാം മാറി സുഭാഷ് ഏട്ടന് വലിയ സന്തോഷമായി. അതുമാത്രമല്ല സുഭാഷ് ഏട്ടൻ നാണിച്ച് ഓക്കെ പറഞ്ഞതുപോലെയാണ് അവിടുന്ന് വന്നത്. സുഭാഷ് ഏട്ടൻ ചാന്ദിനിയെ തിരിഞ്ഞു നോക്കിയപ്പോൾ ചാന്ദിനി നാണിക്കുകയും ചിരിക്കുകയും ചെയ്യുകയാണ്. ഇത് കണ്ട് സുഭാഷ് ഏട്ടനും ചിരിയും നാണവും വന്നു. രണ്ടുപേരും ഇങ്ങനെ നാണിച്ചും ചിരിച്ചും നിന്നാൽ എന്താ ചെയ്യുക? ഇത് കേട്ട് ഹരീഷ് പറയണ ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ആണല്ലോ സുധീഷ് ഏട്ടാ. അപ്പൊ നികേഷ് പറയുന്നു അതെ ഹരീഷ് ഏട്ടാ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിധിയും വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ഈ സമയം സുഭാഷ് വീട്ടിലേക്ക് വരികയാണ്. സുധീഷ് പറയുന്നു കണ്ടില്ലേ, നമ്മളെ എല്ലാവരെയും ടെൻഷനിലാക്കിയിട്ട് സുഭാഷ് ഏട്ടൻ മാത്രം സന്തോഷിച്ച് നടക്കുന്നത്. അകത്തേക്ക് കയറി വന്ന സുഭാഷ് ചോദിക്കുന്നു എന്താടാ എല്ലാവരും ഇവിടെ നിൽക്കുന്നേ? സുഭാഷിന്റെ കയ്യിൽ പിടിച്ച് നികേഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ എങ്ങോട്ടായി പോകുന്നേ? എന്താടാന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ തോളിൽ കവിച്ച് ഹരീഷ് പറയണ സുഭാഷ് ഏട്ടൻ പ്രതീക്ഷിച്ചതുപോലെയൊന്നും അല്ല, ഭയങ്കരന്. എന്താടാന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നികേഷ് പറയുകയാണ് ഞങ്ങളിന്ന് മറച്ചു വെച്ചല്ലോ സുഭാഷ് ഏട്ടൻ. അങ്ങനെ നികേഷ് സുഭാഷിനെ കളിയാക്കുമ്പോൾ സുഭാഷ് പറയുന്നു ചുമ്മാതിരിക്കടാ, എന്താടാ ഇത്? എന്താ കാര്യം എന്ന് പറയാതെ നിങ്ങൾ ഇങ്ങനെ വളഞ്ഞു നിന്നാൽ എന്താ അർത്ഥം? അപ്പൊ ഹരീഷ് പറയണ ശരി അതൊക്കെ വിട്, ഇന്നലെ രാത്രി എവിടാ പോയത്? പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു ചോദിക്കടാ, അങ്ങനെ ചോദിക്ക്. ഞാൻ എവിടെ പോയിന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ ശരി സുഭാഷ് ഏട്ടൻ എവിടുന്നാ വന്നത്? ഒന്ന് പതിരി സുഭാഷ് പറയണ എവിടുന്നാ വന്നേ? അപ്പൊ ഹരീഷ് പറയണ ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പൊ നികേഷ് ചോദിക്കണ ഇങ്ങോട്ട് വരുമ്പോൾ സുഭാഷ് ഏട്ടൻ എന്തിനാ ചിരിച്ചോണ്ട് വന്നേ? അപ്പൊ സുഭാഷ് ചോദിക്കണ ചിരിച്ചില്ലല്ലോ, ഞാൻ ചിരിച്ചായിരുന്നോ? അപ്പൊ സുധീഷ് പറയുന്നു എടാ ഞാൻ ചോദിക്കാം, സുഭാഷ് ഏട്ടൻ പാവല്ലേ, നേരെ ചോദിക്കാം. സുഭാഷ് ഏട്ടൻ ഇന്നലെ അവിനാഷിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചാന്ദിനി എന്ന് പേരുള്ള ഒരു പെണ്ണില്ലേ, ആ ചാന്ദിനി എന്തു പറഞ്ഞു? ഇത് കേട്ട് സുഭാഷ് ഒന്ന് പതറി നാണത്തോടു കൂടി പുഞ്ചിരിക്കുമ്പോൾ നിധിയും ഹരീഷും നികേഷും സുധീഷും കണ്ണു തള്ളി പുഞ്ചിരിച്ച് സുഭാഷിനെ നോക്കുകയാണ്. സുധീഷ് പറയുന്നു ചാന്ദിനിയുടെ ബ്രദർ അവിനാഷ് സുഭാഷ് ഏട്ടനോടൊരു കാര്യം ചോദിച്ചായിരുന്നോ? സുഭാഷ് പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കണ അതിന് സുഭാഷ് ഏട്ടൻ എന്തു മറുപടിയാ പറഞ്ഞത്? സുഭാഷ് ഒന്നും മിണ്ടാതെ പുഞ്ചിരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിധി പറയണ സുഭാഷ് ഏട്ടാ ഞങ്ങളൊരാളോടും ഒന്നും പറഞ്ഞില്ല. അത് മോളേന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ് ആരും അറിയാതെ ഒരു പ്രണയം വളരുന്നുണ്ടായിരുന്നു. കൺസ്ട്രക്ഷൻ സൈറ്റില് എപ്പോ ചെന്നാലും ഈ ചാന്ദിനി അവിടെ ഉണ്ടാകും. ഞാൻ അപ്പോഴേ ചെറുതായിട്ടൊന്ന് സംശയിച്ചായിരുന്നു. അപ്പൊ സുഭാഷ് പറയണ എടാ അങ്ങനെയൊന്നുമില്ല, ഇന്നലെ അവിനാഷ് എന്തോ ചോദിച്ചു, ഞാൻ എന്തോ പറഞ്ഞു, അല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സുഭാഷിനെ തടഞ്ഞുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു എങ്ങോട്ടായി പോകുന്നേ? കയ്യിൽ പിടിച്ച് ഹരീഷ് ചോദിക്കാണ് അവിനാഷ് ചോദിച്ചപ്പോൾ സുഭാഷ് ഏട്ടൻ എന്താ പറഞ്ഞേ? അപ്പൊ സുഭാഷ് പറയണ അവനൊന്നും പറഞ്ഞില്ല, നിങ്ങൾ എന്നെ ഒന്ന് വിട്. അപ്പൊ നികേഷ് പറയണ സുഭാഷ് ഏട്ടാ പറഞ്ഞിട്ട് പോ. അപ്പൊ സുഭാഷ് പറയണ ശരി പറയാം. അത് അവിനാഷില്ലേ ഇന്നലെ എന്നോട് എല്ലാവരും ആകാംക്ഷയോട് കൂടി സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷ് പുഞ്ചിരിച്ച് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഓടി പോവുകയാണ്. സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് എല്ലാവരും പിന്നാലെ ഓടി വരുന്നു. സുഭാഷ് ഏട്ടാ നിക്കെന്ന് പറഞ്ഞ സുധീഷും ഹരീഷും ഓടി വന്ന കയ്യിൽ പിടിക്കുന്നുവെങ്കിലും കൈ തട്ടിമാറ്റി ചിരിച്ചുകൊണ്ട് സുഭാഷ് മുറ്റത്തേക്ക് ഓടിപ്പോയി സൈക്കിൾ എടുത്ത് അവിടെ ഒന്ന് പോവുകയാണ്. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് പിന്നാലെ ഓടി വരികയാണ് സുധീഷും ഹരീഷും നികേഷും നിധിയും. അവർ ഉറക്കെ സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ ഒന്ന് പോടാന്ന് പറഞ്ഞ് സൈക്കിളിൽ അവിടെ ഒന്ന് പോവുകയാണ് സുഭാഷ്. സുധീഷ് ഉറക്കെ ചോദിക്കുന്നു അരെ ഭയ്യ ഖാന സാപ്പിടാൻ വന്നിട്ട് ഖാന സാപ്പിടാതെ പോകുന്നു.
ഖാന നഹിയ. ഇത് കേട്ട് നിധി പൊട്ടിച്ചിരിക്കുമ്പോൾ സുഭാഷ് ചിരിച്ചുകൊണ്ട് അവരെ തിരിഞ്ഞു നോക്കുകയാണ്. സുധീഷും നികേഷും ഹരീഷും നിധിയും പൊട്ടിച്ചിരിച്ച് സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷ് ചിരിച്ച് നാണത്തോടുകൂടി സൈക്കിളിൽ അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് പറയുന്നു, കണ്ടില്ലേടാ സുഭാഷ് ഏട്ടന്റെ സന്തോഷം. ഇതോർത്ത് രാത്രിയെല്ലാം സന്തോഷത്തോടുകൂടി ഇരുന്ന് സുഭാഷ് ഏട്ടൻ. അപ്പൊ നികേഷ് പറയണ, ഞാൻ തറവാട്ടമ്പലത്തിൽ പോയപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു, അവരുടെ ഇടയിൽ എന്തോ ഒരു കെമിസ്ട്രി ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടൻ സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ എന്താ പ്രശ്നം. അപ്പൊ നികേഷ് പറയണ, സുഭാഷ് ഏട്ടന്റെ ഓട്ടം കണ്ടില്ലേ. അങ്ങനെ അവർ പൊട്ടിച്ചിരിക്കുകയാണ്. തുടർന്ന് അവിനാശും സുഭാഷും കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലികൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കഴിക്കാനുള്ള സമയമായെന്ന് പറഞ്ഞ ജോലിക്കാരവിടെ വന്ന് പോകുമ്പോൾ അവിനാശ് ചോദിക്കുന്നു, വയ്യ കഴിക്കുന്നില്ലേ. അപ്പൊ സുഭാഷ് പറയണ, ഈ പണി കഴിഞ്ഞിട്ട് വരാം അവിനാശെ. ഈ സമയം ഭക്ഷണവുമായി അവിടേക്ക് വരികയാണ് ചാന്ദിനി. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, വാ ചാന്ദിനി, ഈ വെയിലിന് നടന്നാണോ വന്നത്, കൂടെ പിടിച്ചോണ്ടെങ്കിലും വന്നൂടെ. നാളെ മുതൽ വരുമ്പോൾ കൂടെ പിടിച്ചോണ്ട് വേണം വരാൻ. അപ്പൊ അവിനാശ് പറയണ, ഭയ്യ ഞങ്ങളുടെ നാട്ടില് ഇതിനെക്കാട്ടിലും വലിയ വെയിലും ചൂടുവാ, ഇവിടെ കുറവാ ഭയ്യ, നമുക്ക് കഴിക്കാം. ശരിയെന്ന് പറഞ്ഞ് സുഭാഷ് അവരുടെ ഒപ്പം ഭക്ഷണം കഴിക്കാനായി വന്നിരിക്കുകയാണ്. ചാന്ദിനി സുഭാഷിനോട് ഭക്ഷണം എടുക്കണ്ട, സുഭാഷിനുള്ള ഭക്ഷണവും കൂടിയാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുന്നു. ശരിയെന്ന് സുഭാഷ് പറയുമ്പോൾ സന്തോഷത്തോടു കൂടി ചാന്ദിനി അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അവിനാശ് സുഭാഷിനെയും ചാന്ദിനിയെയും ശ്രദ്ധിക്കുന്നുണ്ട്. അത് കഴിച്ചു നോക്കി സുഭാഷ് പറയണ, ബഹുത്തച്ച. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി ചാന്ദിനി സുഭാഷിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഈ സമയം അവിനാശിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയും ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുകയുമാണ് അവിനാശ്. ഭയ്യ ഞാൻ ഇപ്പൊ വരാം, ഭയ്യ കഴിക്ക്, നാട്ടിൽ നിന്നുള്ള കോള, അത്യാവശ്യ. അങ്ങനെ അവിനാശ് ഭക്ഷണവും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് സുഭാഷ് ചോദിക്കുന്നു, ചാന്ദിനി കഴിച്ചോ. ഇല്ല എന്ന് ചാന്ദിനി പറയുമ്പോൾ, എന്താ ചാന്ദിനി ഇതെന്ന് ചോദിച്ച് സുഭാഷ് തന്റെ പ്ലേറ്റിൽ നിന്നും ഭക്ഷണം എടുത്ത് ചാന്ദിനിക്ക് കൊടുക്കുകയാണ്. ചാന്ദിനി സന്തോഷത്തോടു കൂടി അത് വാങ്ങി കഴിക്കുകയാണ്. സുഭാഷ് പറയുന്നു, എല്ലാം നന്നായിട്ടുണ്ട്, ചാന്ദിനിക്ക് നന്നായിട്ട് പാചകം അറിയും. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി വീണ്ടും സുഭാഷിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ചാന്ദിനി. മതി, കഴിച്ചിട്ട് വാങ്ങാമെന്ന് സുഭാഷ് പറയുമ്പോൾ, കഴിക്കെന്ന് പറഞ്ഞ് വീണ്ടും കറിയൊക്കെ വിളമ്പി കൊടുക്കുകയാണ് ചാന്ദിനി. സുഭാഷ് പറയുന്നു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ദിവസവും ഇങ്ങനെ എടുത്തോണ്ട് വന്ന് കഷ്ടപ്പെടണ്ട, ഞാൻ ഡെയിലി വീട്ടിൽ നിന്നും ഭക്ഷണം എടുത്തോണ്ട് വരാറുണ്ട്. അപ്പൊ ചാന്ദിനി ഹിന്ദിയിൽ ഇനി മുതൽ കൊണ്ടുവരണ്ട, സുഭാഷുള്ള ഭക്ഷണം കൂടി ചാന്ദിനി കൊണ്ടുവരാമെന്ന് പറയുകയാണ്. ഇത് കേട്ട് സുഭാഷ് പുഞ്ചിരിക്കുമ്പോൾ തന്റെ വളകൾ കാണിച്ചുകൊണ്ട് ചാന്ദിനി ഹിന്ദിയിൽ വള എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. നന്നായിട്ടുണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ ചാന്ദിനി വള വാങ്ങി തരുമോ എന്ന് ചോദിക്കുന്നു. പുഞ്ചിരിച്ച് സുഭാഷ് പറയണ, നിനക്ക് വള ഞാൻ വാങ്ങി തരണോന്നോ. ശരി, ഞാൻ വാങ്ങിത്തരാം. കുപ്പിവളയാണോ ഇഷ്ടം, കുപ്പിവള ഇടാറില്ലേ. എന്താന്ന് ചാന്ദിനി ചോദിക്കുമ്പോൾ കൈ ഇങ്ങോട്ട് കാണിച്ചെന്ന് പറഞ്ഞ് ചാന്ദിനിയുടെ കയ്യിൽ പിടിച്ച് കയ്യിൽ കിടക്കുന്ന കുപ്പിവളകൾ കാണിച്ചു കൊടുക്കുകയാണ് സുഭാഷ്. സുഭാഷ് ചോദിക്കുന്നു, ഇതുപോലത്തെ കുപ്പിവളകൾ വാങ്ങി തന്നാ മതിയോ. ഒന്ന് പതറി പുഞ്ചിരിച്ച മതിയെന്ന് ചാന്ദിനി പറയുമ്പോൾ സന്തോഷത്തോടു കൂടി സുഭാഷ് പറയുന്നു, ചാന്ദിനിക്ക് ഇഷ്ടമുള്ള വളകളെല്ലാം ഞാൻ വാങ്ങിത്തരാം, എടുത്ത് കഴിക്കൂ. അപ്പൊ ചാന്ദിനി ഹിന്ദിയിൽ സുഭാഷ് പ്ലേറ്റിൽ നിന്നും എടുത്തു കൊടുത്ത ഭക്ഷണം കഴിച്ചതായി പറയുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, എന്ത് ഒരു ഭക്ഷണമാണോ കഴിച്ചെന്ന് പറയുന്നത്, അതെങ്ങനെ ശരിയാകും. കഴിക്കെന്ന് പറഞ്ഞ സുഭാഷ് ഭക്ഷണം എടുത്ത് ചാന്ദിനിക്ക് പ്ലേറ്റിൽ വിളമ്പി കൊടുക്കുകയാണ്. ചാന്ദിനി സ്നേഹത്തോടുകൂടി സുഭാഷിനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ സുഭാഷ് പറയണ, ചാന്ദിനി എന്റെ കൺമുന്നിൽ ഇരുന്ന് ഈ ഭക്ഷണം കഴിച്ചാലേ ഞാൻ വള വാങ്ങി തരത്തുള്ളൂ. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടി ഭക്ഷണം കഴിക്കുകയാണ് ചാന്ദിനി. സുഭാഷും ചാന്ദിനിയും പ്രണയത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്